നമ്മൾ 4 to 20 മില്ലി ആംസ് എന്തുകൊണ്ടാണ് ഒരു സെൻസറിനെ സെലക്ട് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് 0 to 10 വോൾട്ടേജ് അവൈലബിൾ ആണെങ്കിലും അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഈസി ടു സ്കെയിലിംഗ് ആണ്. നമുക്ക് PLC പ്രോഗ്രാം ചെയ്യുമ്പോൾ വളരെ എളുപ്പത്തിൽ സ്കെയിലിംഗ് ചെയ്തെടുക്കാനായിട്ട് കഴിയും. രണ്ടാമതൊരു പോയിന്റാണ് നമുക്കിതിൻ്റെ കൺസെപ്ഷൻ, അതായത് ലോങ് ഡിസ്റ്റൻസിൽ നമുക്ക് ഒരു സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഫ്രം സെൻസർ ടു PLCയിലേക്ക് നമുക്ക് അതിൻ്റെ ലോസ് കുറവായിരിക്കും. അതാണ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. മൂന്നാമത് നമുക്ക് ഫോൾട്ട് ഡിറ്റക്ട് ചെയ്യാൻ എളുപ്പമാണ്. ഫോർ എക്സാമ്പിൾ 4 to 20 മില്ലി ആംസ് ആണല്ലോ സെൻസർ എന്ന് വരുന്നത്. എന്തെങ്കിലും കാരണവശാൽ സെൻസർ ഡാമേജ് ആവുകയോ എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ട് 4 മില്ലി ആംസിൻ്റെ താഴേക്കായിരിക്കും കറണ്ട് നിൽക്കുക. ആ ഒരു മില്ലി ആംസ് മെഷർ ചെയ്താൽ നമുക്ക് മനസ്സിലാവും എന്തോ ഒരു പ്രോബ്ലം പ്ലാന്റിനകത്ത് ഉണ്ടെന്നുള്ളത്. അങ്ങനെ ഫോൾട്ട് ഡിറ്റക്ഷനാണ് മൂന്നാമതായിട്ടുള്ള ഒരു പോയിന്റ്. നാലാമത് നമുക്ക് കൺസെപ്ഷൻ വളരെ കുറവേ എടുക്കുകയുള്ളൂ എന്നുള്ളതാണ്. ലോങ് ഡിസ്റ്റൻസിലേക്ക് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ കറണ്ടിനെക്കാട്ടിലും വോൾട്ടേജ് ട്രാൻസ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ പവർ കൂടുതലായിട്ട് എടുക്കും.